ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെത്തി 56,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തറക്കല്ലിട്ടു. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പണം പിൻവലിക്കുന്നതിന് 50,000 രൂപ പരിധി വച്ചിട്ടുണ്ടെന്നും മന്ത്രി. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. പരീക്ഷ എഴുതുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പോലീസ് ക്യാമ്പസിൽ തെളിവെടുപ്പ് നടത്തി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. 5 സംസ്ഥാനങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി തെലങ്കാനയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദിലാബാദിൽ ഇന്ന് 56,000 കോടി രൂപയിലധികം ചിലവിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഊർജ്ജ മേഖലയെ കേന്ദ്രീകരിക്കുന്ന പദ്ധതികൾക്കൊപ്പം റെയിൽ, റോഡ് പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായാണ് തെലങ്കാനയിലെത്തിയത്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ട്രഷറിയിലെ എംപ്ലോയി ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പണം ഒരുമിച്ച് എടുക്കുന്നതിന് സാങ്കേതിക പ്രശ്നമുണ്ട്. പണം പിൻവലിക്കുന്നതിന് 50,000 രൂപ പരിധി വച്ചിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാമ്പത്തികമായി തരേണ്ടതിന്റെ 1/3 കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി വിഹിതവും സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങൾ വരുന്നില്ല. വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ശമ്പളവും പെൻഷനും ഒന്നും മുടങ്ങാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്നു മുതൽ നമ്മുടെ ട്രഷറിയിൽ നിന്ന് പോകേണ്ട പണം അടുത്ത ദിവസങ്ങളിൽ പോകും. പണം ഒരുമിച്ച് ഒറ്റയടിക്ക് എടുക്കുന്നതിന് ടെക്നിക്കൽ പ്രശ്നങ്ങൾ, ഒരു 50,000 ഒക്കെ ലിമിറ്റ് വെച്ചിട്ട് ഒരു ദിവസം വിഡ്രോ ചെയ്യുന്നതിന്റെ തരത്തിലേക്ക് ഒരു ലിമിറ്റ് വരാം. 2024 ഹജ്ജ് മാർഗനിർദ്ദേശങ്ങൾ ന്യൂനപക്ഷകാര്യമന്ത്രി സ്മൃതി ഇറാനി പ്രകാശനം ചെയ്തു. ജനങ്ങൾക്ക് സുഗമവും സൌകര്യപ്രദവുമായ ഹജ്ജ് തീർത്ഥാടനം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിലെ വിവിധ മന്ത്രാലയങ്ങൾ യോജിച്ച് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച മന്ത്രി പറഞ്ഞു. ലേഡി വിത്ത് മെഹ്റം വിഭാഗത്തിന് കീഴിൽ കഴിഞ്ഞ വർഷം 4,000-ലധികം സ്ത്രീകൾ വിജയകരമായി ഹജ്ജിന് പോയതായി അവർ പറഞ്ഞു. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ 4,27,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഈ മാസം 25 വരെയാണ് പരീക്ഷ. തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ 2 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിപിടിയിലായി. നാവായിക്കുളം സ്വദേശി കബീർ എന്ന ഹസൻകുട്ടിയെയാണ് കൊല്ലം ചിന്നക്കടയിൽ നിന്നും പോലീസ് പിടികൂടിയത്. പോക്സോ കേസ് പ്രതിയായ ഇയാളെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് തിരിച്ചറിഞ്ഞതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 12-നാണ് ഇയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മരണം. നേര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയാണ് കൊല്ലപ്പെട്ടത്. 70 വയസ്സായിരുന്നു. കൂവക്കിഴങ്ങ് വിളവെടുക്കുന്നതിനിടയിൽ കാട്ടാന ആക്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം. മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നവീകരിച്ച CMO പോർട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പൊതുജന പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടുതൽ സുതാര്യവും ലളിതവുമാകുന്ന രീതിയിലാണ് പോർട്ടൽ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. രാവിലെയാണ് കൽപ്പറ്റ DYSP ക്യാമ്പസിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. രാവിലെ 10 മണിയോടെയാണ് പ്രതികളായ രഹാൻ, ബിനോയ്, ആകാശ് എന്നിവരെ കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ക്യാമ്പസിനുള്ളിലുള്ള കുന്നിന് മുകളിൽ പ്രതികൾ സിദ്ധാർത്ഥിനെ എത്തിച്ച് 16-ാം തീയതി രാത്രി 9 മണിക്ക് ശേഷമാണ് മർദ്ദിച്ചത്. ഇവിടെയാണ് പ്രധാനമായും പ്രതികളെ ഇന്ന് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മർദ്ദനത്തെക്കുറിച്ചും പ്രതികൾ പോലീസിനോട് വിവരിച്ചു. കേസിലെ പ്രധാന പ്രതിയായ സിൽജ ജോൺസനെ ഇന്നലെ കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഹോസ്റ്റൽ മുറികളിലും നടുമുറ്റത്തും നടത്തിയ പരിശോധനയിൽ സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ബെൽറ്റുകളും വയറുകളും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. നിലവിൽ കേസിൽ 18 പ്രതികളാണ് ഉള്ളത്. അതേസമയം കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ കോളേജിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചിലർ CPM-നെതിരെ ഉയർത്തുന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകളുണ്ടെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ അർഹരായ എല്ലാവരും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ ഭാവി പുരോഗതിയിൽ യുവാക്കളുടെ പങ്കാളിത്തം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വളരെ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നത് എല്ലാ യുവജനങ്ങളും നമ്മുടെ ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനത്തിൽ പങ്കുചേർന്ന് വോട്ടവകാശം വിനിയോഗിക്കണം, അതിന് വിസമ്മതിക്കരുത് എന്ന് വളരെ പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ യുവജനങ്ങൾക്കും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് കഴിയണം എന്ന് സ്നേഹപൂർവ്വം ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് പട്ടാമ്പി നേർച്ച കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ലോറിയിൽ നിന്നും ഇറങ്ങിയോടിയ ആനയുടെ ചവിട്ടേറ്റ് ഒരാൾക്ക് പരിക്ക്. ആനയുടെ ആക്രമണത്തിൽ 2 പശുക്കളും ഒരു ആടും ചത്തു. കണ്ണാടി വടക്കുമുറിയിൽ ലോറിയിൽ നിന്നും ഇറങ്ങിയോടിയ ആനയെ കുഴൽമന്ദം അമ്പാട്ടിൽ കണ്ടെത്തി. ആനയെ ഇതുവരെ തളയ്ക്കാനായിട്ടില്ല. ലക്ഷദ്വീപിലെ കിൽത്താൻ ദ്വീപിൽ നിന്നും കടമത്ത് ദ്വീപിലേക്ക് ആഴക്കടലിലൂടെ 38 കിലോമീറ്റർ ദീർഘദൂരം നീന്തി വിസ്മയം സൃഷ്ടിച്ച ദീർഘദൂര നീന്തൽ താരമായ ശ്യാമള ഗോലിയെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ അനുമോദിച്ചു. ആഴക്കടലിലൂടെ ദുഷ്കരമായ 18 മണിക്കൂർ നീന്തിയാണ് 51 വയസ്സുകാരിയായ ഹൈദരാബാദ് സ്വദേശിനി ശ്യാമള ഗോലി ചരിത്രം സൃഷ്ടിച്ചത്. കോട്ടയത്ത് സംക്രാന്തിയിൽ തീവണ്ടിയിൽ നിന്നും വീണ് മരിച്ച നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പശ്ചിമബംഗാൾ സ്വദേശി മുസാഫിർ റഹ്മാനാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രിയിലാണ് അപകടമെന്നാണ് സൂചന. മൃതദേഹം റെയിൽ ട്രാക്കിന് സമീപത്ത് വീണ് കിടക്കുന്ന നിലയിൽ ഇന്ന് പുലർച്ചെ കണ്ടെത്തുകയായിരുന്നു. തീവണ്ടിയിൽ വാതിലിന് സമീപം യാത്ര ചെയ്യുമ്പോൾ കാൽ തെറ്റി വീണുപോയതാണെന്നാണ് പ്രാഥമിക നിഗമനം. കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് കൈതേരി പാലത്തിന് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മുഴപ്പിലങ്ങാട് മൊയ്തു പാലത്തിന് സമീപത്തെ അർഷാദാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി സി രഘുനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. രാവിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷമാണ് പ്രചാരണം തുടങ്ങിയത്. ഇന്ത്യൻ നാവികസേനയുടെ ആധുനീകരണത്തിന്റെ ഭാഗമായി MH-60R സീ ഹോക്ക് ഹെലികോപ്റ്ററുകൾ ബുധനാഴ്ച നാവികസേനയുടെ ഭാഗമാകും. കൊച്ചിയിലെ INS ഗരുഡയിലാണ് ഹെലികോപ്റ്ററുകൾ കമ്മീഷൻ ചെയ്യുന്നത്. ആന്റി സബ്മറീൻ യുദ്ധം, ആന്റി സർഫസ് യുദ്ധം, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനുകൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ നാവികസേനയ്ക്ക് കരുത്ത് നൽകുന്നതോടൊപ്പം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിലും ഹെലികോപ്റ്ററുകൾ സുപ്രധാന പങ്ക് വഹിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30 സർവീസസ് റെയിൽവേസിനെയും രാത്രി 7 മണിക്ക് ഗോവ ഡൽഹിയെയും നേരിടും. കേരളത്തിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം നാളെ മിസോറാമിനെതിരെയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെത്തി. 56,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തറക്കല്ലിട്ടു. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പണം പിൻവലിക്കുന്നതിന് 50,000 രൂപ പരിധി വച്ചിട്ടുണ്ടെന്നും മന്ത്രി. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. പരീക്ഷ എഴുതുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പോലീസ് ക്യാമ്പസിൽ തെളിവെടുപ്പ് നടത്തി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.